ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ഡ്രീം വേൾഡ്. ഇന്നത്തെ ഇഫ്താർ സ്നാക്സ് എഗ് ചമ്മന്തിയാണ്. അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അതിനായി മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ ഫില്ലിങ് നമുക്ക് റെഡിയാക്കാം. അതിന് വേണ്ടി ഞങ്ങൾക്ക് ഒരു മുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് ചെറിയ ഉള്ളിയും കുറച്ച് കറിവേപ്പില, മല്ലിയില, കുറച്ച് ഇഞ്ചി പേസ്റ്റും, 4 പച്ചമുളക് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങളെ എരിവിന് ആവശ്യമനുസരിച്ച് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടാം. പിന്നെ കുറച്ച് ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇത്രയുമായാൽ നമുക്ക് ചമ്മന്തി പരുവത്തിൽ അത് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇനി നേരത്തെ പുഴുങ്ങി വെച്ച മുട്ട തൊലി കളഞ്ഞ് 2ആയി മുറിച്ചെടുക്കാം. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ച ഫില്ലിങ് കുറച്ചായി അതിൽ നിറച്ച് കൊടുക്കാം. ഈ ഒരു രീതിയിൽ നമുക്ക് ഫില്ലിങ് നിറച്ച് കൊടുക്കാം. അപ്പോൾ അതുപോലെ ബാക്കിയുള്ളതെല്ലാം റെഡിയാക്കിയെടുക്കാം. ഒരു ബൗളെടുത്ത് അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. കുറച്ച് കുരുമുളകും കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ഇതിലേക്ക് നമുക്ക് ബ്രെഡ് പൊടിച്ചതോ അല്ലെങ്കിൽ റസ്ക് പൊടിച്ചതോ ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച എഗ് ഫില്ലിങ് എഗ് മിക്സിലേക്ക് മുക്കി ബ്രെഡ് ക്രംസിലേക്ക് കോട്ട് ചെയ്തെടുക്കാം. അതുപോലെ ചെയ്തെടുക്കാം. നമുക്ക് നന്നായി ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞെടുക്കാം. അപ്പം എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുറഞ്ഞ എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടി ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. കുറച്ച് എണ്ണ ഒഴിച്ച് എണ്ണ നന്നായി ചൂടായ ശേഷം ഓരോന്നായി ഫ്രൈ ഇട്ട് കൊടുക്കാം. അപ്പോൾ രണ്ട് ഭാഗവും നല്ലോണം മുരിഞ്ഞ ശേഷം ബ്രൗൺ കളറായതിനു ശേഷം നമുക്ക് കോരി മാറ്റാം. ഈ ഒരു രീതിയിൽ ആയാൽ നമുക്ക് എണ്ണയിൽ നിന്ന് എടുക്കാം. അപ്പോൾ നമ്മുടെ എഗ് ചമ്മന്തിയുടെ റെഡി ആയിട്ടുണ്ട്. ഇതുവരെ ഇത് ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ്, ലൈക്ക്, കമൻറ്റ്, ഷെയർ. ഓക്കെ, ബൈ. അസ്സലാമു അലൈക്കും.